വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയുടെ 9ാമത്തെ അധ്യായമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടും നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചിരുന്നു. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? അതാത് സാമ്പത്തിക വർഷത്തിൽ ഒരു ബിസിനസ്സിന് എത്ര ലാഭമുണ്ടായി, നഷ്ടമുണ്ടായി, അതാത് സാമ്പത്തിക വർഷത്തിലെ ബിസിനസിന്റെ സാമ്പത്തിക നിലവാരം എത്രയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ ലാഭം എത്രയാണ് ഉണ്ടായത്, നഷ്ടം എത്രയാണ് ഉണ്ടായത്, ആ ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക നിലവാരം, സാമ്പത്തിക സ്ഥിതി എത്രയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള 2 ഒബ്ജക്റ്റീവുകൾ ഏതൊക്കെയായിരുന്നു? 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒരു ബിസിനസ്സിന് ലാഭമാണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി കൊടുക്കലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഡിപ്പിക്ഷൻ ഓർ കാൽക്കുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ് എന്ന് കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കുക. ഇതായിരുന്നു ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള 2 ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. ഇങ്ങനെ ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ് ഉണ്ടായത്, അതുപോലെ തന്നെ ബിസിനസിന്റെ സാമ്പത്തിക നിലവാരം എത്രയാണ്, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് തയ്യാറാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, 2 ബാലൻസ് ഷീറ്റ്. എന്തിനാ ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്? അതാത് സാമ്പത്തിക വർഷത്തിൽ ബിസിനസ്സിന് എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി, ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്തിനാ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്? അതാത് സാമ്പത്തിക വർഷത്തിലെ ബിസിനസിന്റെ സാമ്പത്തിക നിലവാരം എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു ബിസിനസിന് അതാത് സാമ്പത്തിക വർഷങ്ങളിൽ എത്ര ലാഭമുണ്ടായി, എത്ര നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി എത്രയാണ് ഒരു ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷങ്ങളിലെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റിനെ നമുക്കറിയാം, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 2 അക്കൗണ്ടുകളാണുള്ളത്. ഒരു ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷങ്ങളിലെ ലാഭം എത്രയാണ് ഉണ്ടായത്, നഷ്ടം എത്രയാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും മിക്ക ബിസിനസ്സുകളിലും 2 അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റിലെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന 2ാമത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? Profit and loss account is an income statement which is prepared to ascertain net result of a business from its non-trading activity. Profit and loss account is an income statement which is prepared to ascertain net result of a business from its non-trading activity. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയതിലൂടെ ഉണ്ടായ നെറ്റ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയപ്പോൾ അതിലൂടെ
ബിസിനസ്സിനുണ്ടായ നെറ്റ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി, എന്താണ് നെറ്റ് റിസൾട്ട്? എന്താണ് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന? വ്യാപാര പ്രവർത്തനങ്ങളല്ലാത്ത പ്രവർത്തനം. അപ്പൊ എന്താണ് വ്യാപാര പ്രവർത്തനം, ട്രേഡിംഗ് ആക്ടിവിറ്റി? ട്രേഡിംഗ് ആക്ടിവിറ്റിയെ പറ്റിയിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പ്രധാനമായിട്ടും ഒരു ബിസിനസ്സിൽ 2 ട്രേഡിംഗ് ആക്ടിവിറ്റി ആണുള്ളത്, വ്യാപാര പ്രവർത്തനമാണുള്ളത്. ഒന്ന് ബൈയിങ്, 2 സെല്ലിങ്, വാങ്ങലും വിൽക്കലും. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്തിനാ തയ്യാറാക്കുന്നതെന്നും ട്രേഡിംഗ് അക്കൗണ്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാ തയ്യാറാക്കിയിരുന്നത്? ട്രേഡിംഗ് റിസൾട്ട് കണ്ടെത്താൻ. ഇങ്ങനെ ബൈയിങ്ങും സെല്ലിങ്ങും നടത്തിയപ്പോൾ ഒരു ബിസിനസ് അത് ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും അതുപോലെ ആ ഉൽപ്പന്നങ്ങൾ കസ്റ്റമർക്ക് വിൽക്കുമ്പോഴും അതിലൂടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ഒരു ബിസിനസിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി രേഖപ്പെടുത്തിയിട്ട് ആ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിലൂടെ ഉണ്ടായ ലാഭമാണ് നഷ്ടമാണ് നെറ്റ് റിസൾട്ട് ആണ് കണ്ടെത്താൻ പോകുന്നത്. നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി, ഒരു ബിസിനസ് അതിന്റെ വ്യാപാര പ്രവർത്തനങ്ങളല്ലാത്ത ഇടപാടുകൾ നടത്തിയപ്പോൾ അതിലൂടെ ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, അതാണ് നെറ്റ് റിസൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്. ഒരു ബിസിനസ് ആ ബിസിനസിന്റെ വ്യാപാര പ്രവർത്തനങ്ങളല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അതിലൂടെ ആ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ എന്താണ് ഈ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി? ട്രേഡിംഗ് ആക്ടിവിറ്റിയെ പറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്താണ് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? വ്യാപാര പ്രവർത്തനങ്ങളല്ലാത്ത ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബിസിനസ് സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നത്, റെന്റ് കൊടുക്കുന്നത്, അതൊരു നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്, വ്യാപാര പ്രവർത്തനം അല്ല അത്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ കയ്യിലുള്ള പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെപ്പോസിറ്റിന് ബിസിനസ്സിന് കിട്ടുന്ന പലിശ, ആ പലിശ കിട്ടുന്നത് അതെന്താണ്? ഒരു നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പൊ എന്താണ് ഈ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ബൈയിങ്ങും സെല്ലിങ്ങുമായി ബന്ധപ്പെടാത്ത ഇടപാടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുക. ഒരു സ്ഥാപനത്തിന്റെ വാങ്ങലും വിൽക്കലുമായി ബന്ധപ്പെടാത്ത ഇടപാടുകളെയാണ് നമ്മൾ നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് വിളിക്കുക. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ബിൽഡിങ്ങിന്റെ വാടക കൊടുക്കുന്നത് ഒരു നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലുള്ള പണം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിന് ബാങ്ക് നമുക്ക് പലിശ തരുന്നത്, അങ്ങനെ ആ പലിശ സ്വീകരിക്കുന്നത്, അതൊക്കെ എന്താണ്? ഒരു നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ ഇത്തരം നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തിയതിലൂടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് അഥവാ ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ ഉണ്ടായ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന അക്കൗണ്ട് ആയിരുന്നു ട്രേഡിംഗ് അക്കൗണ്ട്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റി, നോൺ ട്രേഡിംഗ് ബൈയിങ്ങും സെല്ലിങ്ങും പർച്ചേസും സെയിൽസും ഒന്നും എവിടെ എടുക്കില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കില്ല. നോൺ ട്രേഡിംഗ് ആക്ടിവിറ്റിയിലൂടെ വ്യാപാര പ്രവർത്തനങ്ങളല്ലാത്ത ഇടപാടുകൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിലൂടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രത്യക്ഷ ചെലവും പ്രത്യക്ഷ വരുമാനമായിരുന്നു നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും റെക്കോർഡ് ചെയ്യില്ല, രേഖപ്പെടുത്തില്ല. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ് നമ്മൾ രേഖപ്പെടുത്തുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പരോക്ഷ വരുമാനവും പരോക്ഷ ചെലവുകളുമാണ് നമ്മൾ രേഖപ്പെടുത്തുക. എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ പരോക്ഷ ചെലവ്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അനിവാര്യമായിരുന്നു, ആ ചെലവായിരുന്നു ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്തായിരിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഡയറക്റ്റ് എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ആ ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം പ്രാധാന്യമുള്ളതല്ല എങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും, അഥവാ
ഒരു ബിസിനസിന്റെ പ്രവർത്തനവുമായി അത്ര പ്രാധാന്യമില്ലാത്ത ഒരു ചെലവാണെങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും, പരോക്ഷ ചെലവുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവുമാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കുക. അപ്പൊ എന്തായിരിക്കും ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ആ ഒരു ചെലവുണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമല്ല എങ്കിൽ അത്തരം ചെലവുകളെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിച്ചിരുന്നു. അപ്പൊ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമല്ല എങ്കിൽ അത്തരം വരുമാനത്തെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കും. അതായത് ഇൻഡയറക്റ്റ് ഇൻകം കിട്ടിയിട്ടില്ല എങ്കിലും പരോക്ഷ വരുമാനം ഒരു ബിസിനസ്സിന് കിട്ടിയിട്ടില്ല എങ്കിലും ആ ബിസിനസ് മുന്നോട്ട് പോയിക്കൊള്ളും. അപ്പോൾ അത്തരം വരുമാനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് ഇൻകം അഥവാ പരോക്ഷ വരുമാനം എന്ന് വിളിക്കും. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു ഉദാഹരണം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ് റീഫ്രഷ്മെന്റ് എക്സ്പെൻസ്. ഒരു ബിസിനസ്സിലെ തൊഴിലാളികൾക്ക് അവർക്ക് ഈ വൈകുന്നേരം ചായ, കടി തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് ചെലവാക്കുന്ന ചെലവിനെയാണ് നമ്മൾ റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഈ റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരണം ഈ റീഫ്രഷ്മെന്റ് എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എങ്കിലും, തൊഴിലാളികൾക്ക് വൈകുന്നേരം ചായയും കടിയൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും ബിസിനസ് മുന്നോട്ട് പോയിക്കോളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ചെലവ് ഉണ്ടാവേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്രത്തോളം നിർബന്ധമല്ല. അത്തരം ചെലവുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിന് ഒരു ഉദാഹരണമാണ് റീഫ്രഷ്മെന്റ് എക്സ്പെൻസ്. അപ്പൊ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വരുമാനം കിട്ടേണ്ടത് ബിസിനസിന്റെ മുന്നോട്ട് പോകലിന് അത്ര നിർബന്ധമല്ല എങ്കിൽ അത്തരം വരുമാനത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡയറക്റ്റ് ഇൻകം അഥവാ പരോക്ഷ വരുമാനം എന്ന് വിളിക്കും. ആ വരുമാനം കിട്ടിയിട്ടില്ല എങ്കിലും കുഴപ്പമില്ല, ബിസിനസ് മുന്നോട്ട് പോയിക്കോളും. ഉദാഹരണം, ബിസിനസിന്റെ കയ്യിലുള്ള പണം ബിസിനസ് എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും, ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സമയത്ത് ബിസിനസ്സിന് ബാങ്ക് എന്ത് കൊടുക്കും? പലിശ കൊടുക്കും. ഇങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന പലിശ അതൊരു വരുമാനമാണല്ലോ, അതൊരു ഇൻകം ആണല്ലോ. ഏത് തരം ഇൻകം ആണത്? ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. കാരണം ബിസിനസിന്റെ പ്രധാന വരുമാന മാർഗം ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല, പലിശയല്ല, മറിച്ച് ആ ബിസിനസ് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് ലഭിക്കുന്ന വരുമാനമാണ്. അപ്പൊ സെയിൽസ് ആണ് ഒരു ബിസിനസിന്റെ ഡയറക്റ്റ് ഇൻകം, പ്രത്യക്ഷ വരുമാനം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പരോക്ഷ വരുമാനമാണ്. അപ്പൊ ബാങ്കിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതൊക്കെ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ഇൻകത്തിന് ഉദാഹരണമാണ്. ഇങ്ങനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകം ഒന്നും നമ്മൾ എവിടെ കാണിക്കില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് അഥവാ സ്പെസിമെൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്പെസിമെൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അതേപോലെ തന്നെയാണ് ഫോർമാറ്റ്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ്, തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കൽ. അല്ലാണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ആയിട്ടല്ല നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്, തുടർച്ചയായിട്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്ക്രീനിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയായിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ്, കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡിലും പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ രേഖപ്പെടുത്തും, പരോക്ഷ ചെലവുകൾ നമ്മൾ രേഖപ്പെടുത്തും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം, പരോക്ഷ വരുമാനം നമ്മൾ രേഖപ്പെടുത്തും. ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, സോറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, പരോക്ഷ ചെലവുകൾ നമ്മൾ രേഖപ്പെടുത്തും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം അഥവാ പരോക്ഷ വരുമാനം നമ്മൾ രേഖപ്പെടുത്തും. ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ ആദ്യം അതിന്റെ ഡെബിറ്റ് സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം കാണിക്കുന്ന ഒരു ഐറ്റം എന്താണ്? പർട്ടിക്കുലർ കോളത്തിൽ ആദ്യം കാണിച്ചിട്ടുള്ളതാണ് എന്താണ്? ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ. ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ. എന്താണ് ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ്, കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും എന്ത് തയ്യാറാക്കുമ്പോഴാണ് കിട്ടുക? ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ഗ്രോസ് ലോസോ ലഭിക്കുള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോസിനെ നമ്മൾ ഗ്രോസ് ലോസ് എന്ന് വിളിക്കും. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ലോസ് ആണ്, നഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ, ഗ്രോസ് ലോസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ ഗ്രോസ് ലോസ് നമ്മൾ എവിടേക്ക് മാറ്റണം? ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രോസ് ലോസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് ലോസ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇങ്ങനെ ഗ്രോസ് ലോസ് കാണിച്ചതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾക്ക് ഉദാഹരണമാണ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ മാസത്തിൽ കൊടുക്കുന്ന വേതനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാലറി എന്ന് പറയുന്നത്. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് ബിസിനസ്സിൽ കാണുന്നത്. സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. വേജസ്, ദിവസക്കൂലി ഒരു ഡയറക്റ്റ് എക്സ്പെൻസും സാലറി, മാസവേതനം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. ഇങ്ങനെ സാലറി കാണിച്ചതിന് ശേഷം പിന്നീട് എന്താ വരുന്നത്? റെന്റ്, വാടക. നമ്മുടെ ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിന് വാടക കൊടുക്കുന്നത് അത് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതാണ് റെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന എന്താണ്? സാലറിയും റെന്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന ഓഫീസ് എക്സ്പെൻസ്. ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് ഓഫീസ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്പെൻസ്. ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടെലിഫോണിന് ചാർജ് കയറ്റുമ്പോൾ, റീചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചെലവിനെയാണ് നമ്മൾ ടെലിഫോൺ എക്സ്പെൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പയേഴ്സ് വരുന്നുണ്ട്. റിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകൾക്ക്, ആസ്തികൾക്ക് കേടുപാടുകൾ വരുമ്പോൾ ആ ആസ്തികൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാകുന്ന തുകയാണ് നമ്മൾ റിപ്പയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പയേഴ്സിനെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. പിന്നീട് എന്താ വരുന്നത്? ഡിപ്രീസിയേഷൻ വരുന്നുണ്ട് അല്ലെ? എന്താ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റുകൾ, നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന അസറ്റുകൾക്ക് തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനത്തിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷനെ പറ്റിയിട്ട് നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ 7ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. ഡിപ്രീസിയേഷൻ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിൽ കണക്കാക്കുന്നത്. ഇങ്ങനെ റിപ്പയേഴ്സും ഡിപ്രീസിയേഷനും കാണിച്ചതിന് ശേഷം പിന്നെന്താ വരുന്നത്? ഇൻട്രസ്റ്റ് പെയ്ഡ്, നമ്മൾ പലിശ കൊടുത്തത്. ബിസിനസ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന് പലിശ കൊടുക്കേണ്ടി വരും. അതാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്, തൊഴിലാളികൾക്ക് കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ കമ്മീഷൻ പെയ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പെയ്ഡ്, നമ്മുടെ ബിസിനസ് എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിക്ക് പണം കൊടുക്കേണ്ടി വരും. അതൊരു ചെലവാണ്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പെയ്ഡ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ചെയ്തപ്പോൾ ആ പരസ്യത്തിന് കൊടുക്കേണ്ടി വരുന്ന ചെലവിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്താ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നാണ്. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ നമുക്ക് പൈസ തിരിച്ചു തരില്ല. ഇങ്ങനെ നമ്മൾ പൈസ കൊടുത്ത ആൾക്കാർ നമുക്ക് പൈസ തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് വിളിക്കുക. ആ പണത്തിനെയാണ്, തിരിച്ചു തരാത്ത പണത്തിനെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് വിളിക്കുക. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ വരുന്നത്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിന്റിങ്ങിനും സ്റ്റേഷനറിക്കും വേണ്ടിയിട്ട് ചെലവാക്കിയ തുക. അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ യാത്രയുമായി ബന്ധപ്പെട്ട, ബിസിനസിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലെ മാനേജർമാരോ അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട തൊഴിലാളികളോ ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചെലവിനെയാണ് ട്രാവലിംഗ് എക്സ്പെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഐറ്റം എന്താണ്? കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപഭോക്താവിന് നമ്മുടെ ബിസിനസ്സിൽ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉപഭോക്താവിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയാണ്, ഗതാഗത ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാരേജ് ഔട്ട്വേർഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ ആ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് എത്തിക്കുമ്പോൾ വരുന്ന ഗതാഗത ചെലവിനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെയാണ് കാരേജ് ഇൻവേർഡ് അല്ല കാരേജ് ഔട്ട്വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരേജ് ഇൻവേർഡ് നമ്മൾ പഠിച്ചിരുന്നു. കാരേജ് ഇൻവേർഡ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. കാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക, ശ്രദ്ധിക്കണം. കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. കാരേജ് ഔട്ട്വേർഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു എക്സ്പെൻസ് ആണ് ഓഡിറ്റ് ഫീസ് പെയ്ഡ്. ഓഡിറ്റ് ഫീസ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വർഷാവർഷം ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്ക് കൊടുക്കുന്ന ഫീസിനെയാണ് നമ്മൾ ഓഡിറ്റ് ഫീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഇനിയും ഉണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതൊന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓരോ ബിസിനസിന്റെ സ്വഭാവത്തിനനുസരിച്ച്, നേച്ചറിനനുസരിച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂടുകയും ചെയ്യും, കുറയുകയൊക്കെ ചെയ്യും. ഓഡിറ്റിംഗ് നടത്താത്തൊരു സ്ഥാപനത്തിൽ ഓഡിറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ സ്ഥാപനത്തിന്റെയും നേച്ചറിനനുസരിച്ചിട്ടാണ്, പ്രകൃതത്തിനനുസരിച്ചിട്ടാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടാവുക എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ 2-3 പ്രോബ്ലം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 3-4 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ്, ഡയറക്റ്റ് ഇൻകം ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഡയറക്റ്റ് ഇൻകം, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും, നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം റെക്കോർഡ് ചെയ്യും, പരോക്ഷ വരുമാനം നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഇൻഡയറക്റ്റ് ആദ്യം കാണിക്കുന്ന ഐറ്റം എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ ആ ഗ്രോസ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചതെങ്കിൽ, ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. കാരണം ഗ്രോസ് പ്രോഫിറ്റ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അതുകൊണ്ടാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് ലോസ് ആയിക്കോട്ടെ, ഗ്രോസ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിലേക്ക് മാറ്റുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ഗ്രോസ് പ്രോഫിറ്റ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം റെക്കോർഡ് ചെയ്യും. അത് ഉദാഹരണം ഈ ഒരു ഇൻഡയറക്റ്റ് ഇൻകത്തിന് ഉദാഹരണമാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടിയത്. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റിന് നമുക്ക് എന്ത് കിട്ടും, പലിശ കിട്ടും. അതാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടിയത് ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. പിന്നീട് എന്താ വരുന്നത്, കമ്മീഷൻ റിസീവ്ഡ്, നമുക്ക് കമ്മീഷൻ കിട്ടിയത്. അതുപോലെ തന്നെ റെന്റ് റിസീവ്ഡ്, ബിസിനസ്സിന് റെന്റ് കിട്ടിയത്. റെന്റ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ, ബിസിനസ്സിന് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടിയതാണ് റെന്റ് റിസീവ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് കിട്ടിയത്. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, ഇൻഡയറക്റ്റ് ഇൻകത്തിന് ഉദാഹരണമാണ്. ഇനിയുണ്ട് ഇൻഡയറക്റ്റ് ഇൻകം. നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇൻഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യും? ഇൻഡയറക്റ്റ് ഇൻകം റെക്കോർഡ് ചെയ്യും. ഇനി നമുക്കറിയണം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, നെറ്റ് റിസൾട്ട് എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ സാധിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡ് കൂടുമ്പോഴാണ് നമുക്ക് ലോസ് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ആണ് കാണിക്കുക. നമുക്കറിയാം പ്രോഫിറ്റ് അഥവാ ലാഭം ഉണ്ടാവണമെങ്കിൽ എന്തിനേക്കാൾ എന്ത് കൂടണം? എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാവുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പൊ ലോസ് എപ്പോഴും ഉണ്ടാവുക? ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവുമ്പോഴാണ് ലോസ് ഉണ്ടാവുക. വരുമാനത്തിനേക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തറിയാം? എന്തുണ്ടാവും? ലോസ് ഉണ്ടാവും, നഷ്ടമുണ്ടാകും. അപ്പോ നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്, വരുമാനമാണ്, പരോക്ഷ വരുമാനമാണ് രേഖപ്പെടുത്തിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പരോക്ഷ ചെലവുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട്, അതായത് ഇൻഡയറക്റ്റ് ഇൻകം കൂടിയിട്ട് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെ രേഖപ്പെടുത്തുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തുക. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുമല്ലോ, നെറ്റ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ഉണ്ടാവുമല്ലോ. എപ്പോഴാണ് ലോസ് ഉണ്ടാവുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട്, അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ, ഇൻഡയറക്റ്റ് ഇൻകം കുറഞ്ഞാൽ, പരോക്ഷ ചെലവ് കൂടിയിട്ട് പരോക്ഷ വരുമാനം കുറഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് നഷ്ടമാണ്, ലോസ് ആണ്. ആ നഷ്ടത്തിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലോസ്. നെറ്റ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയാൽ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലോസ് ആണ്. ആ ലോസിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. നെറ്റ് ലോസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിനെ പറ്റിയിട്ടും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ തിയറിയെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നമുക്ക് ചെയ്തു നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറയുന്നത്? ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് രാജൻ ആൻഡ് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018. 31 മാർച്ച് 2018 അവസാനിക്കുന്ന രാജൻ ആൻഡ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകവും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഐറ്റം എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് 12,000, 12,000. രാജൻ ആൻഡ് കമ്പനി അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ അവരുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അത് 12,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. കാരണം ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഗ്രോസ് ലോസ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ പിന്നീട് വരുന്ന ഐറ്റം എന്താണ്? സാലറീസ് കൊടുത്തിട്ടുണ്ട് 4,500. ശമ്പളം കൊടുത്തു. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ന് നമുക്കറിയാം. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറീസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തെന്താണ്? സ്റ്റേഷനറിയും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് സ്റ്റേഷനറി വാങ്ങിയത്.
250 രൂപ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തത് കാരേജ് ഔട്ട്വേർഡ് 450. നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു എന്താണ് കാരേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. അത് 450 രൂപയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നീട് വരുന്ന ഐറ്റം എന്താ, ഇൻഷുറൻസ് 200 രൂപ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തതോ കമ്മീഷൻ പെയ്ഡ്, കമ്മീഷൻ കൊടുത്തു, എംപ്ലോയീസിന് കമ്മീഷൻ കൊടുത്തത്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 800 രൂപ. അത് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അടുത്ത എന്താണ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് 850 രൂപ. അത് നമ്മൾ ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അടുത്ത ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് കൊടുത്തു, കസ്റ്റമേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു 500 രൂപ. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നീട് വരുന്ന എന്താണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് 700 രൂപ. ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു വരുമാനമാണ്, ഇൻകം ആണ്. എന്ത് തരം വരുമാനമാണ്, ഇൻഡയറക്റ്റ് ഇൻകം, പരോക്ഷ വരുമാനമാണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അടുത്ത എന്താണ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, നമ്മൾ 1000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, പലിശ കിട്ടി, അത് നമ്മുടെ ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. അടുത്ത ബാഡ് ഡെപ്റ്റ് 200 രൂപ. ബാഡ് ഡെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ബാഡ് ഡെപ്റ്റ് എന്ന് അതിന്റെ അർത്ഥം നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ബാഡ് ഡെപ്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. കിട്ടാക്കടം എന്നാണ് ബാഡ് ഡെപ്റ്റിന്റെ മലയാളം. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, 200 രൂപ. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു രാജൻ ആൻഡ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ മാറ്റണം. അപ്പൊ ഞാൻ രാജൻ ആൻഡ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. രാജൻ ആൻഡ് കമ്പനി ഹെഡിങ് കൊടുത്തു. അതിന് തൊട്ട് താഴെയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2018, 31 മാർച്ച് 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവസാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഐറ്റം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നതിന് ആവശ്യമായിട്ട് ഈ ക്വസ്റ്റ്യനിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഐറ്റം എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ് 12,000. രാജൻ ആൻഡ് കമ്പനി അവരുടെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ അവർക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഇങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ കാണിക്കേണ്ടത്, നമ്മൾ ഈ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. കാരണം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയാണ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയാണ്. സാധാരണയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തൊട്ട് താഴെയായിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം തയ്യാറാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതും, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള 12,000 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. പിന്നീട് എന്താ കൊടുത്തിട്ടുള്ളത്, ഗ്രോസ് പ്രോഫിറ്റ് കഴിഞ്ഞ് പിന്നെ സാലറീസ്, ശമ്പളം കൊടുത്തിട്ടുണ്ട്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തത്. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യുക. പരോക്ഷ ചെലവുകൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇൻഡയറക്റ്റ് ഇൻകം, പരോക്ഷ വരുമാനമൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. സാലറീസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ സാലറീസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എമൗണ്ട് ആയ 4,500 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ കാണിക്കും. പിന്നീട് വരുന്നത് എന്താണ്, സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറിയും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. അതിന്റെ എമൗണ്ട് എത്രയാണ്, 250 ആണ്. അടുത്ത എന്താണ്, കാരേജ് ഔട്ട്വേർഡ്. കാരേജ് ഔട്ട്വേർഡും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിലേക്ക് ഗുഡ്സ് എത്തിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് കാരേജ് ഔട്ട്വേർഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ എമൗണ്ട് ക്വസ്റ്റിന് നമുക്ക് കൊടുത്തിട്ടുണ്ട് 450 രൂപയാണ്. നമ്മൾ എമൗണ്ട് കോളത്തിൽ 450 രൂപ കാണിക്കും. അടുത്തെന്താ, ഇൻഷുറൻസ്.
ഇൻഷുറൻസും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. 200 രൂപ നമ്മൾ കാണിക്കും. അടുത്ത കമ്മീഷൻ പെയ്ഡ്. കമ്മീഷനും എന്താണ്, ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. എമൗണ്ട് 800 രൂപ. അടുത്തെന്താണ്, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ട് 850 രൂപ കാണിക്കും. അടുത്തെന്താണ്, ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് അലൗഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട്, ഡിസ്കൗണ്ട് അലൗഡിന്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 500 രൂപ. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. പിന്നീട് വരുന്ന ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നാൽ ഡിസ്കൗണ്ട് കിട്ടി, വരുമാനമാണ്. എന്ത് തരം വരുമാനം? പരോക്ഷ വരുമാനം, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്, ഇൻഡയറക്റ്റ് ഇൻകം. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. അതിന്റെ എമൗണ്ട് 700 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. പിന്നീട് എന്താ വരുന്നത്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പലിശ കിട്ടി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പലിശ കിട്ടി, വരുമാനമാണ്. റിസീവ്ഡ് ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, പെയ്ഡ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനമാണ്, ഇൻകം ആണ്, ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്നായിരുന്നുവെങ്കിലോ അതൊരു എക്സ്പെൻസ് ആയിരുന്നു, ചെലവായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നായതുകൊണ്ട് അതൊരു വരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പർട്ടിക്കുലർ കോളത്തിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതും ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എമൗണ്ട് 1000 നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് 1000 രൂപ നമ്മൾ കാണിക്കും. പിന്നീട് വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കഴിഞ്ഞാൽ പിന്നെ ബാഡ് ഡെപ്റ്റ് വരുന്നത്. ബാഡ് ഡെപ്റ്റ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് 200 രൂപ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കണ്ടെത്തണം. നമുക്കറിയാം ട്രേഡിംഗ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ഇൻഡയറക്റ്റ് ഇൻകം കൂടിയിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് നെറ്റ് ലോസ് കിട്ടും, നഷ്ടം കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കി, ട്രേഡിംഗ് അക്കൗണ്ട് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകളാണോ കൂടുതൽ, ക്രെഡിറ്റ് സൈഡിലെ തുകകളാണോ കൂടുതൽ? കൂട്ടി നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകളും ക്രെഡിറ്റ് സൈഡിലെ തുകകളും കൂട്ടി നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ 13,700 എന്ന് വരുന്നുണ്ട്. ഈ 13,700 നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിൽ നമ്മൾ ഫൈനൽ എമൗണ്ട് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. 13,700 അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. 13,700 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ഫൈനൽ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തണം. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായത്? ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എങ്ങനെ മനസ്സിലായത്? കാരണം ഈ ക്വസ്റ്റ്യനിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറവാണ്. 13,700 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് കൂട്ടുമ്പോൾ അത്രയും തുക കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം ക്രെഡിറ്റ് സൈഡിലെ തുകയാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ തുക കുറവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടേക്കാണ് കാണിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കാട്ടുക. അപ്പൊ നമ്മൾ ഇവിടെ എഴുതണം നെറ്റ് പ്രോഫിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എന്നിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 13,700 നിന്നും 4,500, 250, 450, 200, 800, 850, 500, 200 കുറച്ചാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ 13,700 4,500, 250, 450, 200, 800, 850, 500, 200 കുറയ്ക്കുമ്പോൾ നമുക്ക് 5,950 എന്ന് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് 5,950 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ്
നമ്മൾ കണ്ടെത്തുക. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക. ആദ്യം നമ്മൾ കമ്പനിയുടെ പേര് രാജൻ ആൻഡ് കമ്പനി എഴുതി, അതിന് തൊട്ട് താഴെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2018 എഴുതി. അതിനുശേഷം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരച്ചു. ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, പരോക്ഷ ചെലവുകൾ റെക്കോർഡ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം, പരോക്ഷ വരുമാനം റെക്കോർഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഗ്രോസ് ലോസ് ആയിരുന്നുവെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോസ് ലോസ് ആണ് തന്നിട്ടുള്ളതായിരുന്നുവെങ്കിൽ നമ്മൾ ഗ്രോസ് ലോസ് എവിടെ റെക്കോർഡ് ചെയ്തിരുന്നു? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് എവിടെ റെക്കോർഡ് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ഇൻഡയറക്റ്റ് ഇൻകം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ എന്ന് കിട്ടി. 12,000 700 1000 കൂട്ടിയപ്പോൾ നമുക്ക് 13,200 എന്ന് കിട്ടി. ഈ ക്രെഡിറ്റ് സൈഡ് അത്രയും തുകയില്ലായിരുന്നു, 13,200 ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് സൈഡിലെ തുകകളാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറവാണ്. അതായത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കൂടുതൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്കറിയാം, നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 13,700 4,500 250 450 200 800 850 500 200 കുറച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആയ 5,950 കിട്ടി. ഇനി നമുക്ക് ഡെബിറ്റ് സൈഡിലെ തുകകൾ ടോട്ടൽ ചെയ്താൽ, ഈ നെറ്റ് പ്രോഫിറ്റ് അടക്കം ടോട്ടൽ ചെയ്താൽ നമുക്ക് ഡെബിറ്റ് സൈഡും എത്ര കിട്ടും? 13,700 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആയ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റിയിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാനുള്ളത്? ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റ് എന്തിനാ തയ്യാറാക്കുന്നത്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ബിസിനസ് ഓൺ എ ഫിനാൻഷ്യൽ ഇയർ ഓർ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു ബിസിനസിന്റെ അതാത് സാമ്പത്തിക വർഷത്തിലെ അഥവാ ഒരു പ്രത്യേക ഡേറ്റിലെ, പർട്ടിക്കുലർ ഡേറ്റിലെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക നിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണെന്ത്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഓർ ഫിനാൻഷ്യൽ ഇയർ. ഒരു ബിസിനസിന്റെ പർട്ടിക്കുലർ ഡേറ്റിലെ, പ്രത്യേക ദിവസത്തിലെ അഥവാ ഫിനാൻഷ്യൽ ഇയറിലെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട്, സാമ്പത്തിക നിലവാരം അറിയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്തിനാ തയ്യാറാക്കുന്നത്? ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായ കാൽക്കുലേഷൻ ഓർ ഡിപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ബാലൻസ് ഷീറ്റ് എന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റിയും എഴുതി ചേർക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അസറ്റും ലയബിലിറ്റിയും എഴുതി ചേർത്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റിയുമാണ് കാണിക്കുക എന്ന് ചുരുക്കം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കാൻ രണ്ട് രീതികളാണുള്ളത്. രണ്ട് മാർഗങ്ങളിലൂടെ നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. അതിനെ നമ്മൾ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷാലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയാം. ബാലൻസ് ഷീറ്റിൽ അസറ്റും ലയബിലിറ്റിയാണ്, ബിസിനസിന്റെ ആസ്തിയും ബാധ്യതയുമാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഒരു ബിസിനസിന്റെ ആസ്തിയും ബാധ്യതയും കാണിക്കാൻ, അസറ്റും ലയബിലിറ്റിയും കാണിക്കാൻ പ്രധാനമായിട്ടും രണ്ട് രീതികളുണ്ട്. ഒന്നാമത്തെ രീതിയാണ് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, രണ്ടാമത്തത് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. ഒന്നാമത്തെ എന്താണ്? ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. രണ്ടാമത്തെ എന്താണ്? ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. ഒന്നാമത്തെ രീതിയായിരുന്നു ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ അസറ്റിനെയും
ലാബിലിറ്റിയെയും ആസ്തിയെയും ബാധ്യതയെയും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റിനെയും ലാബിലിറ്റിയെയും അവതരിപ്പിക്കുന്നതിനെയാണ്, റെക്കോർഡ് ചെയ്യുന്നതിനെയാണ്, രേഖപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ക്രമപ്രകാരം ചെയ്യുക, തയ്യാറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു രീതി പ്രകാരം ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ ഒരു ബിസിനസിന്റെ ആസ്തിയും ബാധ്യതയും എങ്ങനെയാണ് കാണിക്കുന്നത്? പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ആണ് അസറ്റിനെയും ലാബിലിറ്റിയും ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ്. പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള അസറ്റുകളും ലാബിലിറ്റിയുമാണ്, ആ ഒരു രീതിയിലാണ് ബാലൻസ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻ ദി ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ട് ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ രീതി പ്രകാരം ഇൻ ദി ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ അസറ്റിനെയും ലാബിലിറ്റികളെയും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അസറ്റിനെയും ലാബിലിറ്റിയെയും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ അസറ്റുകളും ലാബിലിറ്റികളുമാണ് കാണിക്കുക. ബാലൻസ് ഷീറ്റിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ അസറ്റുകൾ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, ലാബിലിറ്റികൾ റെക്കോർഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇല്ല. ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പറഞ്ഞതുപോലെ ബാലൻസ് ഷീറ്റിന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒന്നുമില്ല. ബാലൻസ് ഷീറ്റിന് അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡാണുള്ളത്. ഇങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ അസറ്റുകൾ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ ലാബിലിറ്റി ബാധ്യതകൾ റെക്കോർഡ് ചെയ്യും. ഒരു ബിസിനസിന്റെ എല്ലാ ലാബിലിറ്റികളും നമ്മൾ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഒരു ബിസിനസിന്റെ എല്ലാ അസറ്റുകളും നമ്മൾ ആ ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇത് ഏത് ക്രമപ്രകാരമാണ് ഈ ബാലൻസ് ഷീറ്റിൽ അസറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്? അസറ്റുകളെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ക്രമപ്രകാരത്തിലാണ് ഇവിടെ അസറ്റുകളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന അസറ്റുകളെ ആദ്യം കാണിക്കുകയും ഇങ്ങനെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയാത്ത അസറ്റുകളെ അവസാനമായി കാണിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ബാലൻസ് ഷീറ്റിൽ അസറ്റുകളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലാബിലിറ്റിയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ബാധ്യതകളെ നമ്മൾ ആദ്യം കാണിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കാണ് ബാധ്യത കൊടുത്തു തീർക്കാനെങ്കിൽ അത്തരം ബാധ്യതകളെ ഈ ബാലൻസ് ഷീറ്റിൽ അവസാനം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫോർമാറ്റിൽ അസറ്റിനെയും ലാബിലിറ്റിയെയും നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ഡിസ്കസ് ചെയ്യാം. അസറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു ഒരു ബിസിനസിന്റെ എല്ലാ അസറ്റുകളും നമ്മുടെ ഇവിടെ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, ടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, വേസ്റ്റിംഗ് അസറ്റ് ആയിക്കോട്ടെ, ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അസറ്റുകളും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. നോക്കിക്കോളൂ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ആദ്യം വരുന്ന ഒരു ഐറ്റം എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ്. എന്താ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണത്തിനെയാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വിളിക്കുക. ഒരു ബിസിനസിന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണത്തിനെയാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വിളിക്കുക. അപ്പൊ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന അഥവാ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന പണം ഏതാണ്? ബിസിനസിന്റെ കൈവശം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പണമാണ്. അതുകൊണ്ടാണ് ഈ ക്യാഷ് ഇൻ ഹാൻഡിനെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് വരുന്ന അസറ്റ് എന്താണ്? അസറ്റ് സൈഡിൽ രണ്ടാമത് വരുന്ന അസറ്റ് എന്താണ്? ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ് ബാങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പണത്തിനെയാണ് നമ്മൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുക. അതൊരു കറണ്ട് അസറ്റ് ആണ്. അപ്പൊ കറണ്ട് അസറ്റുകൾ ആണ് നമ്മൾ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം കാണിക്കുക. ഫിക്സഡ് അസറ്റുകളൊക്കെയാണ് പിന്നീട് നമ്മൾ കാണിക്കുക. അപ്പോൾ കറണ്ട് അസറ്റ് ലിക്വിഡിറ്റി അടിസ്ഥാനത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ കറണ്ട് അസറ്റുകളാണ് നമ്മൾ ആദ്യം കാണിക്കുക. കാരണം കറണ്ട് അസറ്റുകളാണ് നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്നത്. ബാങ്കിൽ നിന്ന് പോയിട്ട് പണം എടുക്കാൻ അത്ര സമയം എടുക്കൂല. അതുകൊണ്ടാണ് ഈ ക്യാഷ് ഇൻ ഹാൻഡിനെയും ക്യാഷ് അറ്റ് ബാങ്കിനെയൊക്കെ കറണ്ട് അസറ്റുകളുടെയൊക്കെ നമ്മൾ ആദ്യം കാണിക്കുന്നത്. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് ഒരു കറണ്ട് അസറ്റ് ആണ്.
ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു അസറ്റ് ആയതുകൊണ്ടാണ് ക്യാഷ് അറ്റ് ബാങ്കിനെയും ക്യാഷ് ഇൻ ഹാൻഡിനെയൊക്കെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മിഷനറിനെയൊക്കെ പിന്നീട് കാണിക്കാനുള്ള കാരണം, മിഷനറിയിലൊക്കെ താഴെ കാണിക്കാനുള്ള കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും തൊട്ട് താഴെയായിട്ട് മിഷനറിയും ഫർണിച്ചറൊക്കെ വരാനുള്ള കാരണം? ആദ്യം എന്തുകൊണ്ട് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും വന്നു, അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ മിഷനറിയും ഫർണിച്ചറും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെ വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ ബാങ്കിൽ കടക്കുന്ന പണം എടുക്കുന്ന അത്ര എളുപ്പമല്ല നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു മെഷീന് വിറ്റിട്ട് പണം കിട്ടാൻ. അപ്പൊ ലിക്വിഡിറ്റി പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്നത് കറണ്ട് അസറ്റ് ആയതുകൊണ്ടാണ് ഫിക്സഡ് അസറ്റുകളായ മിഷനറി, ഫർണിച്ചർ തുടങ്ങിയവ ഇതിന്റെ തൊട്ട് താഴെ കാണിക്കാനുള്ള കാരണം. അപ്പൊ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ്, ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. ഇങ്ങനെ നമ്മൾ കറണ്ട് അസറ്റുകളായ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും രേഖപ്പെടുത്തിയതിനു ശേഷം, അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തിയതിനു ശേഷം പിന്നീട് വരുന്ന മറ്റൊരു കറണ്ട് അസറ്റ് ഏതായിരുന്നു? സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്, അല്ലെ? സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ആരാണോ പണം തരാനുള്ളത് അവരെയാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ബിസിനസ്സിന് പണം തരാനുള്ളവരൊക്കെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്, കറണ്ട് അസറ്റാണ്, സൺട്രി ഡെപ്റ്റർ ആണ്. സൺട്രി ഡെപ്റ്റർ നമ്മൾ കറണ്ട് അസറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്യാഷ് ഇൻ ഹാൻഡിന്റെയും ക്യാഷ് അറ്റ് ബാങ്കിന്റെയും താഴെ കാണിക്കാനുള്ള കാരണം. പിന്നീട് വരുന്ന ബിൽസ് റിസീവബിൾ. എന്താ ബിൽസ് റിസീവബിൾ? നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ബിൽസ് റിസീവബിളിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചതാണ്. ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്, അതുകൊണ്ടാണ് കാണിക്കാനുള്ള കാരണം, അസറ്റ് സൈഡിൽ കാണിക്കാനുള്ള കാരണം. പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്, അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കറണ്ട് അസറ്റുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നീട് ഫിക്സഡ് അസറ്റുകൾ രേഖപ്പെടുത്തും. ഫിക്സഡ് അസറ്റുകൾക്ക് ഉദാഹരണമാണ് മിഷനറി, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾ, അതൊക്കെ ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഫർണിച്ചർ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയും അതുപോലെ തന്നെ ബിൽഡിങ്ങും, അതൊക്കെ അസറ്റുകളാണ്. അപ്പൊ ഇങ്ങനെ ഫിക്സഡ് അസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ റെക്കോർഡ് ചെയ്യുക ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. കാണാനും തൊടാനും കഴിയാത്ത അസറ്റുകളാണ് പിന്നീട് റെക്കോർഡ് ചെയ്യുക. ഗുഡ് വില്ല്, സൽപ്പേര്, അതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ഇങ്ങനെ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവസാനം റെക്കോർഡ് ചെയ്യും. ചുരുക്കത്തിൽ ഒരു ബിസിനസിന്റെ എല്ലാ അസറ്റുകളും നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഇതാണ് അസറ്റ് സൈഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ലാബിലിറ്റി സൈഡ് ഉണ്ടല്ലോ, ലാബിലിറ്റി സൈഡ് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കൊടുക്കേണ്ട ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇവിടെ ലാബിലിറ്റി സൈഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഈ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ആദ്യം വരുന്ന റൈറ്റ് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്. ആരാ സൺട്രി ക്രെഡിറ്റേഴ്സ്? ബിസിനസ് അങ്ങോട്ട് പണം കൊടുക്കാനുള്ള ആൾക്കാരെയോ ബിസിനസ്സിനെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുക? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. ബിസിനസ് അങ്ങോട്ട് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെ നമ്മൾ എന്ത് വിളിക്കും? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്, കറണ്ട് ലാബിലിറ്റിയാണ്. അതുകൊണ്ടാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ലിക്വിഡിറ്റി അടിസ്ഥാനത്തിൽ ആദ്യം കാണിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ വരുന്നത്? ബിൽസ് പേയബിൾ ഉണ്ട്. ബിൽസ് പേയബിൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെന്റ് ആണ്. ബിൽസ് പേയബിളിനെ പറ്റിയിട്ടൊന്നും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് നമ്മൾ 8ാമത്തെ അധ്യായമായ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെ ബിൽസ് പേയബിൾ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് ലാബിലിറ്റി എന്താ വരുന്നത്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ നിന്നും നമുക്ക് അക്കൗണ്ടിലുള്ള പണത്തിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതൊരു ലാബിലിറ്റിയാണ്, കറണ്ട് ലാബിലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മളത് ലാബിലിറ്റി സൈഡിൽ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. പിന്നീട് എന്താ പറയുന്നത്? ഷോർട്ട് ടേം ലോൺസ്. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ലോണുകൾ. നമ്മൾ 6 മാസത്തിനോ 8 മാസത്തിനോ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഷോർട്ട് ടേം ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു കറണ്ട് ലാബിലിറ്റിയാണ്. പിന്നീട് ഫിക്സഡ് ലാബിലിറ്റികൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫിക്സഡ് ലാബിലിറ്റികൾക്ക് ഉദാഹരണമാണ് ലോങ് ടേം ലോൺസ്. നമ്മൾ ബാങ്കിൽ നിന്നും ഒരു 5-6 വർഷത്തിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ലോങ് ടേം ലോൺസ് ആണ്. അത് നമ്മൾ ലാബിലിറ്റി സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. ഫിക്സഡ് ലാബിലിറ്റി ആയതുകൊണ്ട് അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ഫിക്സഡ് ലാബിലിറ്റികളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കും. നമുക്കറിയാം, നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ 2ാമത്തെ അധ്യായമായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അഥവാ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന ടോപ്പിക്ക് പഠിച്ചിരുന്നു. ആ കൺസെപ്റ്റിൽ എന്താ പറയുന്നത്? ബിസിനസ്സിനെയും ബിസിനസിന്റെ ഓണറെയും രണ്ടായി കാണണം. ബിസിനസിന്റെ ഓണർ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണത്തിനെ ബിസിനസ് ഒരു ലാബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ്സിലേക്ക് ബിസിനസിന്റെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ ബിസിനസ് എന്തായിട്ടാണ് കാണുന്നത്? ലാബിലിറ്റി ആയിട്ടാണ്, ബാധ്യതയായി കാണുന്നത്. കാരണം
ഈ ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ഈ ക്യാപിറ്റൽ ആർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, ബിസിനസ് ആ ബിസിനസിന്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. അത് ക്യാപിറ്റൽ ഒരു ലാബിലിറ്റി ആണ്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലാബിലിറ്റി സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ഈ ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും, നമ്മൾ കൂട്ടി കാണിക്കും. ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്ക് ലോസ് ആണ്, നഷ്ടമാണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യും, കുറയ്ക്കും, മൈനസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യും. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മാൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ക്യാപിറ്റലിൽ നിന്നും എടുക്കുന്ന വിഡ്രോ ചെയ്യുന്ന പണത്തിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുക. ഡ്രോയിങ്സ് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ ഷോർട്ട് ടേം ലാബിലിറ്റിയും അഥവാ കറണ്ട് ലാബിലിറ്റിയും, ലോങ് ടേം ലാബിലിറ്റിയും അഥവാ ഫിക്സഡ് ലാബിലിറ്റിയും, അതുപോലെ തന്നെ ക്യാപിറ്റലും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റിൽ നമ്മൾ പറയേണ്ടത്, ബാലൻസ് ഷീറ്റിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ അസറ്റുകൾ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലാബിലിറ്റി റെക്കോർഡ് ചെയ്യും. എല്ലാത്തരം ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസറ്റുകളും, കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, ടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, വേസ്റ്റിംഗ് അസറ്റ് ആയിക്കോട്ടെ, ഫിക്റ്റീഷ്യസ് അസറ്റ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള അസറ്റുകളും നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലാബിലിറ്റിയും, ക്യാപിറ്റലും, ലാബിലിറ്റി കറണ്ട് ലാബിലിറ്റി ആയിക്കോട്ടെ, ഫിക്സഡ് ലാബിലിറ്റി ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ ലാബിലിറ്റിയും ക്യാപിറ്റലും നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇക്വേഷന്റെ അടിസ്ഥാനത്തിലാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. ഒരു ബിസിനസിന്റെ അസറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ തുല്യമായിരിക്കും? ആ ബിസിനസിന്റെ ബാധ്യതയ്ക്കും മൂലധനത്തിനും തുല്യമായിരിക്കും. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. ഒരു ബിസിനസിന്റെ ആസ്തി എന്ന് പറയുന്നത് മൂലധനത്തിനും ബാധ്യതയ്ക്കും തുല്യമായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും തുല്യമായിരിക്കും എന്നല്ലേ? അസറ്റ് സൈഡിന്റെ ഇങ്ങനെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും തുല്യമാണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ രേഖപ്പെടുത്തിയതും ലെഡ്ജറുകളൊക്കെ തയ്യാറാക്കിയതും കറക്റ്റാണെന്നർത്ഥം. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടില്ല എങ്കിൽ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡും തുല്യമായിട്ടില്ല എങ്കിൽ, രണ്ട് സൈഡിലെയും അസറ്റ് സൈഡിലെയും ലാബിലിറ്റി സൈഡിലെയും തുകകൾ തുല്യമായിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്തതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും തുല്യമാവണം എന്ന് ചുരുക്കം. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്തുകൊണ്ട്, ആ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്തുകൊണ്ട് നമുക്ക് ഈ മൂന്ന് കാര്യത്തിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ പറയുന്ന, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറയുന്നത്? ദ ഫോളോയിങ് ഈസ് ദ ട്രയൽ ബാലൻസ് ഓഫ് എം മുകേഷ് ആസ് ഓൺ 31st December 2017. 31 ഡിസംബറിൽ 2017 ഡിസംബർ 31 അവസാനിക്കുന്ന മുകേഷിന്റെ കമ്പനിയുടെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്, പർട്ടിക്കുലർ കോളുണ്ട്, ഡെബിറ്റ് എമൗണ്ട് കോളുണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് കോളുണ്ട്. ട്രയൽ ബാലൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ നമ്മൾ ഏതിന്റെയൊക്കെ എമൗണ്ട് എഴുതുക? അസറ്റിന്റെ ലെഡ്ജറിന്റെയും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന, അസറ്റും എക്സ്പെൻസുമായി വരുന്ന ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ ലാബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ മൂന്ന് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടുകളുടെ തുകകൾ നമ്മൾ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യും. ട്രയൽ ബാലൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ് 6ാമത്തെ അധ്യായത്തിൽ. അപ്പോ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ പർട്ടിക്കുലർ കോളത്തിൽ നമുക്ക് ഓരോ ലെഡ്ജറിന്റെയും, മുകേഷ് എന്ന് പറയുന്ന ആളുടെ കമ്പനിയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കുറെ ലെഡ്ജർ അക്കൗണ്ട് ആണ്. മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയുടെ
അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ലെഡ്ജർ അക്കൗണ്ടുകളാണ് പർട്ടിക്കുലർ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2017, 1 ജനുവരി 2017 സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 1250 രൂപ കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2017. അതിന്റെ അർത്ഥം എന്താ? 1 ജനുവരി 2017 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ? ഇവരുടെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയായിരിക്കും? മുകേഷിന്റെ ഫിനാൻഷ്യൽ ഇയർ എങ്ങനെയായിരിക്കും? 1 ജനുവരി 2017 തൊട്ട് 31 ഡിസംബർ 2017 ആയിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷം. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കാണ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തന്നിട്ടുള്ളത്. 1 ജനുവരി 2017 സ്റ്റോക്കാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത്, 1250 രൂപ. അതിന്റെ അർത്ഥം ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ? എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്? ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ഫിനാൻഷ്യൽ ഇയറിന്റെ ക്ലോസിംഗിലുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. അപ്പൊ സ്റ്റോക്ക് ഓൺ 1 ജനുവരി 2017 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1 ജനുവരി 2017 സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പഠിച്ചതാണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. പിന്നെന്താ വരുന്നത്? സെയിൽസ് ഒരു ഡയറക്റ്റ് ഇൻകം ആണ്, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അടുത്തെന്താണ്? സൺട്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ പറ്റാത്ത ചെലവുകൾ. ആ ചെലവ് അല്ലറ ചില്ലറ ചെലവുകളൊക്കെ പറയില്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ സൺട്രി എക്സ്പെൻസ് എന്ന് വിളിക്കുക. 667, അത് സൺട്രി എക്സ്പെൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. പിന്നെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മീഷന്റെ തുക ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് കോളത്തിൽ 211 രൂപ കാണിച്ചിട്ടുണ്ട്. കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 211 രൂപ കാണിച്ചിട്ടുണ്ട്. കമ്മീഷൻ നമുക്ക് കിട്ടിയതാണോ നമ്മൾ കമ്മീഷൻ കൊടുത്തതാണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? കമ്മീഷൻ നമുക്ക് കിട്ടിയതാണെങ്കിൽ ഇൻകം ആണ്, കമ്മീഷൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തതാണെങ്കിൽ എക്സ്പെൻസ് ആണ്. കമ്മീഷൻ പെയ്ഡ് റിസീവ്ഡ് ഒന്നും കമ്മീഷന്റെ ഒപ്പം കൊടുത്തിട്ടില്ല, വെറും കമ്മീഷനെ കൊടുത്തിട്ടുള്ളൂ. കമ്മീഷന്റെ എമൗണ്ട് 211 രൂപ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജറുകൾ ഏതൊക്കെയാണ്? ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ലെഡ്ജറുകൾ, ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന ലെഡ്ജർ, അതുപോലെ തന്നെ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ലെഡ്ജർ. എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ലെഡ്ജർ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലാണ് കാണിക്കുക. ക്രെഡിറ്റില് കമ്മീഷൻ 211 രൂപ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? കമ്മീഷൻ കിട്ടിയെന്നാണ്. കാരണം ഇൻകം ആയതുകൊണ്ടാണ്, ഈ കമ്മീഷൻ ഒരു ഇൻകം ആയതുകൊണ്ടാണ് ആ 211 രൂപ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിച്ചിട്ടുള്ളത്. കമ്മീഷൻ ഒരു എക്സ്പെൻസ് ആയിരുന്നുവെങ്കിൽ ഈ 211 രൂപ ഈ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ വരുമായിരുന്നു. ഇവിടെ കമ്മീഷൻ ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആയതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ തുക ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് എന്താ വരുന്നത്? ഇൻഷുറൻസിന്റെ തുക 380 നമുക്ക് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്യുക, ഓർത്തിരിക്കണം. ഇൻകം നമ്മൾ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. ഇൻഷുറൻസ് നമുക്കറിയാം എക്സ്പെൻസ് ആണ്. എന്ത് തരം എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷുറൻസ് പെയ്ഡ് ഒരു എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അവിടെ റെക്കോർഡ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. അടുത്തെന്താണ്? കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ഡിസ്കസ് ചെയ്തപ്പോൾ ഫോർമാറ്റിൽ നമ്മൾ കാരേജ് ഇൻവേർഡിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു. കാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. അടുത്തത് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് ആണ്, ഒരു ഫിക്സഡ് അസറ്റ് ആണ്. അസറ്റുകളൊക്കെ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക, ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. ട്രേഡിംഗും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യില്ല, ബാലൻസ് ഷീറ്റാണ് റെക്കോർഡ് ചെയ്യുക. അടുത്തെന്താ വരുന്നത്? പ്രിന്റിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പേപ്പറുകളോ ഡോക്യുമെന്റുകളോ പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവായ തുക, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഈ ഒരു പ്രിന്റിംഗ് ചാർജസിന്റെ 451 രൂപ കാണിക്കുക. അടുത്തെന്താണ് വരുന്നത്? കാരേജ് ഔട്ട്വേർഡ് 200 രൂപ. കാരേജ് ഔട്ട്വേർഡ് ഒരു എക്സ്പെൻസ് ആണ്. കാരേജ് ഔട്ട്വേർഡ് എന്ത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ശ്രദ്ധിക്കണം, കാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസും കാരേജ് ഔട്ട്വേർഡ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസുമാണ്. കാരേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, കാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും, മാറിപ്പോകരുത്. കാരേജ് ഔട്ട്വേർഡ് ആയ 200 രൂപ നമ്മളിവിടെ കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക. അടുത്തത് ക്യാപിറ്റൽ 9228 എന്ന് പറഞ്ഞിട്ട് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്.
ക്യാപിറ്റൽ നമ്മൾ ഇവിടെ കാണിക്കുക ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ നമ്മൾ കാണിക്കുക. ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ വരുന്നത് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, കറണ്ട് ലാബിലിറ്റി ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. 1780 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള വ്യക്തികളെ, സ്ഥാപനങ്ങളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുക. ക്രെഡിറ്റേഴ്സ് ഒരു ബാധ്യതയാണ്, അതുകൊണ്ടാണ് അത് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെന്താ വരുന്നത് ബിൽസ് പേബിൾ. ബിൽസ് പേബിളും ഒരു ലാബിലിറ്റിയാണ്, കറണ്ട് ലാബിലിറ്റിയാണ്. അത് ബാലൻസ് ഷീറ്റിലാണ് റെക്കോർഡ് ചെയ്യുക. ബിൽസ് പേബിളിന്റെ തുക 541. പിന്നെന്താ വരുന്നത് പ്ലാന്റ് ആൻഡ് മിഷനറി 6230. പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറയുന്നത് അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റ് ആണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അടുത്ത റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ഔട്ട്വേർഡിന്റെ തുക 1380 നമ്മൾ ഈ ഒരു ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്താ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാല് പർച്ചേസ് റിട്ടേണെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്. വാങ്ങിയ സാധനങ്ങൾ തിരിച്ചു കൊടുത്തതിന്റെ മൂല്യമാണ് റിട്ടേൺ ഔട്ട്വേർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ വേറെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, പർച്ചേസ് റിട്ടേൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്. 1380 രൂപ. അത് നമ്മൾ പർച്ചേസിൽ നിന്നും ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറച്ച് കാണിക്കണം. പിന്നെന്താ വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ഒരു കറണ്ട് അസറ്റ് ആണ്, 895 രൂപ. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുക. പിന്നീട് വരുന്നത് സാലറീസ്, ശമ്പളം കൊടുത്തത് തൊഴിലാളികൾക്ക് 750 രൂപ. അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്തത് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡെപ്റ്റേഴ്സ് ഒരു കറണ്ട് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ടിന്റെ തുക 328 രൂപ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ ഡിസ്കൗണ്ട് പെയ്ഡ് ആണോ. പർട്ടിക്കുലർ കോളത്തിൽ ഡിസ്കൗണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണോ ഡിസ്കൗണ്ട് നമ്മൾ കൊടുത്തതാണോ. ശ്രദ്ധിക്കണം, ഡിസ്കൗണ്ടിന്റെ തുക 328 രൂപ ഡെബിറ്റ് കോളത്തിലാണ്, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ, ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എക്സ്പെൻസുകളാണ് റെക്കോർഡ് ചെയ്യുക. എക്സ്പെൻസുകളും അസറ്റുകളുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ് ആവും. അപ്പൊ ഡിസ്കൗണ്ട് പെയ്ഡ് ആണ്, ഡിസ്കൗണ്ട് കൊടുത്തേക്കാണ് 328 രൂപ. കാരണം അത് ഈ 328 രൂപ ഡെബിറ്റ് കോളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്കൗണ്ടിന്റെ തുക ക്രെഡിറ്റ് കോളത്തിലാണ് 328 രൂപ വന്നിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെയായി മാറുമായിരുന്നു, ഡിസ്കൗണ്ട് കിട്ടി, ഡിസ്കൗണ്ട് ഒരു വരുമാനം എന്നായി മാറുമായിരുന്നു. ഇവിടെ ഡിസ്കൗണ്ടിന്റെ തുക 328 രൂപ ഈ ഒരു ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിൽ തന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം ഡിസ്കൗണ്ട് ഒരു ഇൻകം അല്ല, എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്, അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അടുത്തത് വേജസ് എന്ന് പറഞ്ഞിട്ട് 1589 രൂപ കൊടുത്തിട്ടുണ്ട്. വേജസ് നമുക്കറിയാം ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് 1659 രൂപ കൊടുത്തിട്ടുണ്ട്. എന്താ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ, റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആയിരുന്നു. അപ്പൊ റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെയിൽസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ്. സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവേർഡ് നമ്മൾ സെയിൽസിൽ നിന്നും കുറച്ച് കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ സെയിൽസിൽ നിന്നും നമ്മൾ കുറയ്ക്കേണ്ട ഒരു സാധനമാണ് റിട്ടേൺ ഇൻവേർഡ്. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനങ്ങൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് വിളിക്കുക. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് നമ്മൾ സെയിൽസ് നിന്ന് മൈനസ് ചെയ്യേണ്ട കുറയ്ക്കേണ്ട ഒരു കാര്യമാണ് നെറ്റ് സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. 1659 രൂപ നമ്മൾ സെയിൽസിന്റെ വാല്യൂ കുറയ്ക്കും. അടുത്തത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4000 രൂപ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലാബിലിറ്റിയാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലാബിലിറ്റിയാണ്. അടുത്തത് വരുന്നത് എന്താണ്, പർച്ചേസ് വരുന്നുണ്ട് 8679 രൂപ. പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പർച്ചേസ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റം ആണ്. ശ്രദ്ധിക്കണം, പർച്ചേസ് കാണിക്കുമ്പോൾ നമ്മൾ പർച്ചേസിന്റെ എമൗണ്ട് നേരിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതരുത്. പകരം നെറ്റ് പർച്ചേസിന്റെ തുകയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം എമൗണ്ട് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. പർച്ചേസിൽ നിന്നും റിട്ടേൺ ഔട്ട്വേർഡ് കുറയ്ക്കണം എന്ന് ചുരുക്കം.
അടുത്ത എന്താണ് പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 47 രൂപ കൊടുത്തിട്ടുണ്ട്. എന്താ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ്. നമ്മൾ ചെറിയ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പണമാണ് പെറ്റി ക്യാഷ് എന്നറിയപ്പെടുന്നത്. അതൊരു അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ് 47 രൂപ. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അടുത്ത ബാഡ് ഡെപ്റ്റ് 180 രൂപ. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്നാണ് അർത്ഥം. കിട്ടാക്കടം അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ബാഡ് ഡെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നമ്മളോട് ഈ ക്വസ്റ്റ്യന്റെ താഴെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് എപ്പോഴും ട്രെയിൽ ബാലൻസിന്റെ ഉള്ളിലാണ് തരിക. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് എപ്പോഴും ട്രെയിൽ ബാലൻസിന്റെ താഴെയാണ് തരിക. ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മളോട് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് റുപ്പീസ് 6,700, 6,700 രൂപയാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? അത് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കാണിക്കുക. അപ്പോൾ നമ്മളോട് ക്വസ്റ്റിന്റെ താഴെ പറയുന്നുണ്ട്, പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫോർ ദി ഇയർ എൻഡ് 31st December 2017. 31 ഡിസംബർ 2017 അവസാനിക്കുന്ന മുകേഷിന്റെ കമ്പനിയുടെ ബിസിനസിന്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് നമുക്ക് ട്രെയിൽ ബാലൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരച്ചിട്ടുണ്ട്. ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2017 എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമ്മൾ ഒരേ ഒരു അക്കൗണ്ടിലാണ് വരയ്ക്കുക, സിംഗിൾ അക്കൗണ്ടിലാണ് വരയ്ക്കുക. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സെപ്പറേറ്റ് ആയിട്ടല്ല വരയ്ക്കുക, ഒരൊറ്റ അക്കൗണ്ടിലാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും വരയ്ക്കുക. അത് ഞാൻ പറഞ്ഞിരുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, തുടർച്ച തന്നെയാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹെഡിങ് കൊടുത്തത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തത്. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല വരയ്ക്കല്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കല്. ബാലൻസ് ഷീറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കും. അപ്പോൾ നമുക്കറിയാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്, പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, എമൗണ്ട് കോളം ഉണ്ട്. നമുക്കറിയാം ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് തയ്യാറാക്കല്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് ഇൻകം റെക്കോർഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം തയ്യാറാക്കി നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക. ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം കാണിക്കുന്ന റൈറ്റ് എന്താണ്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ പറ്റി ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം കാണിക്കുന്ന റൈറ്റ് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് അല്ലെ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുക. അതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കണം. ആദ്യം നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് ഫില്ല് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം ആദ്യം, അതിനുശേഷം നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട്, 1250 രൂപ. നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ട്രെയിൽ ബാലൻസിൽ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടല്ല കൊടുത്തത്, നമ്മൾ മനസ്സിലാക്കിയതാണ് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്നുള്ളത്. കാരണം അത് 1 ജനുവരി 2017 ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കാണ്, അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കാണ് ട്രെയിൽ ബാലൻസിന്റെ ഉള്ളിൽ തരുള്ളൂ. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രെയിൽ ബാലൻസിന്റെ പുറത്താണ് തരിക. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമ്മൾ 1250 രൂപ കാണിച്ചു. ഇനി നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യുക? ഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് പർച്ചേസ് ഉണ്ടല്ലോ. ഈ ട്രെയിൽ ബാലൻസിൽ നമുക്ക് പർച്ചേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ താഴെ നമ്മൾ എന്ത് എഴുതും? പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പർച്ചേസിന്റെ എമൗണ്ട് നമ്മൾ നേരെ ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതരുത്, എമൗണ്ട് കോളത്തേക്ക് എഴുതരുത്, ഇന്നർ എമൗണ്ട് കോളത്തേക്കാണ് എഴുതേണ്ടത്. ഇന്നർ എമൗണ്ട് കോളത്തിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുണ്ട്. പർച്ചേസിന്റെ വാല്യൂ എത്രയാണ്? 8679 ആണ്. അത് നമ്മൾ ഇന്നർ എമൗണ്ട് കോളത്തിൽ എഴുതും, 8679. ഇതിൽ നിന്ന് എന്ത് ലെസ് ചെയ്യാണ്ട് അല്ലെ? റിട്ടേൺ ഔട്ട്വേർഡ് ലെസ് ചെയ്യാണ്ട്, റിട്ടേൺ നമുക്ക് മൈനസ് ചെയ്യാണ്ട്. പർച്ചേസ് റിട്ടേൺ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്.
ശ്രദ്ധിക്കണം, റിട്ടേൺ ഔട്ട്വേർഡ് ആണ് പർച്ചേസ് റിട്ടേൺ, മാറിപ്പോകരുത്. റിട്ടേൺ ഔട്ട്വേർഡും റിട്ടേൺ ഇൻവേർഡും മാറിപ്പോകരുത്. റിട്ടേൺ ഔട്ട്വേർഡ് ആണ് പർച്ചേസ് റിട്ടേൺ, റിട്ടേൺ ഇൻവേർഡ് സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ പർച്ചേസിൽ നിന്നും റിട്ടേൺ ഔട്ട്വേർഡിന്റെ വാല്യൂ ആയ 1380 രൂപ നമ്മൾ മൈനസ് ചെയ്യും. പർച്ചേസ് ആയ 8679 1380 രൂപ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7299 രൂപ കിട്ടും. 7299 രൂപ നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. ഇനി കാണിക്കുന്ന മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? കാരേജ് ഇൻവേർഡ് ആണ്. കാരേജ് ഇൻവേർഡ് ആണ് നമ്മൾ കാണിക്കുക. കാരേജ് ഇൻവേർഡ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതിന്റെ വാല്യൂ 300 ആണ്. അതിനുശേഷം വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിലേക്ക് നോക്കിയേ. പിന്നീട് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? വേജസ് ആണ് അല്ലെ. വേജസ് പർട്ടിക്കുലർ കോളത്തിൽ എഴുതി. അതിന്റെ തുക 1589 രൂപ നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചു 1250. അതിനുശേഷം പർച്ചേസിൽ നിന്നും റിട്ടേൺ ഔട്ട്വേർഡ് ആയ 1350 കുറച്ചപ്പോൾ 8679 1350 കുറച്ചപ്പോൾ 7299 കിട്ടി. അതിനുശേഷം നമ്മൾ കാരേജ് ഇൻവേർഡിന്റെ തുക 300 കാണിച്ചു. അതിനുശേഷം വേജസിന്റെ തുക 1589 കാണിച്ചു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്? ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? ഡയറക്റ്റ് ഇൻകം ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഡയറക്റ്റ് ഇൻകത്തിന് ആദ്യം എന്താണ്? സെയിൽസ് ആണ് അല്ലെ. ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എന്ത് എഴുതും? സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ശ്രദ്ധിക്കണം, സെയിൽസ് എന്ന് പറഞ്ഞിട്ട് സെയിൽസിന്റെ തുക നേരിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ നിൽക്കരുത്. റിട്ടേൺ ഇൻവേർഡ് ഉണ്ടോ, സെയിൽസ് റിട്ടേൺ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സെയിൽസ് റിട്ടേൺ ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് സെയിൽസിന്റെ തുക ഈ ഒരു ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് എഴുതാൻ പറ്റുള്ളൂ. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അഥവാ റിട്ടേൺ ഇൻവേർഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന നെറ്റ് സെയിൽസ് ആണ് നമ്മൾ എമൗണ്ട് കോളത്തേക്ക് എഴുതേണ്ടത്. നമുക്ക് സെയിൽസിന്റെ വാല്യൂ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 11,800. അത് നമ്മൾ ഇന്നർ എമൗണ്ട് കോളത്തേക്ക് കാണിക്കും. 11,800. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? റിട്ടേൺ ഇൻവേർഡ് മൈനസ് ചെയ്യണം. റിട്ടേൺ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. റിട്ടേൺ ഇൻവേർഡിന്റെ വാല്യൂ എത്രയാണ്? 1659 ആണ്. ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 1659. ഇങ്ങനെ 11,800 സെയിൽസ് ആയ 11,800 സെയിൽസ് റിട്ടേൺ ആയ 1659 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 10,141 കിട്ടും. 10,141 എന്ന് കിട്ടും. നെറ്റ് സെയിൽസ് 10,141 എന്ന് കിട്ടും. 10,141. അങ്ങനെ നെറ്റ് സെയിൽസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അത് നമ്മൾ എഴുതും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഉള്ളിൽ തന്നിട്ടില്ല, പുറത്താണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണ് സാധാരണ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൊടുക്കാറുള്ളത്. ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ അല്ല കൊടുക്കല്, ട്രയൽ ബാലൻസിന്റെ പുറത്താണ്. ട്രയൽ ബാലൻസിന്റെ പുറത്ത് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട് 6,700 ആണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുക. എമൗണ്ട് കോളത്തിലേക്ക് 6,700 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ സെയിൽസ് കാണിച്ചു. സെയിൽസിന്റെ തുക 11,800 നമ്മൾ സെയിൽസ് റിട്ടേണിന്റെ അഥവാ റിട്ടേൺ ഇൻവേർഡിന്റെ തുകയായ 1659 കുറച്ചു. അപ്പൊ നമുക്ക് 10,141 കിട്ടി. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഈ ട്രയൽ ബാലൻസിന്റെ പുറത്ത് തന്നിരുന്നു. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആയ 6,700 നമ്മൾ എവിടെ കാണിച്ചു? ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് കോളത്തിൽ കാണിച്ചു. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഫില്ല് ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ കണ്ടെത്തണ്ടേ? ഏത് സൈഡാണ് കൂടുതൽ എന്ന് നോക്കണ്ടേ? ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം, ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രകാരം ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകയാണ് കൂടുതൽ. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകയാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറവാണ്. കാരണം ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂട്ടിയാൽ നമുക്ക്
16,841 കിട്ടും. ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂട്ടിയാൽ നമുക്ക് അത് നമ്മൾ രണ്ട് സൈഡിൽ എഴുതാം. 16,841 എന്നാ കിട്ടുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 16,841. ഇത്ര തുക ഡെബിറ്റ് സൈഡിലില്ല. അതിന്റെ അർത്ഥം എന്താ? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് കുറവാണ്. ഡയറക്റ്റ് ഇൻകം കൂടുതലാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് കുറവാണ്. പരോക്ഷ വരുമാനം കൂടുതലാണ്, ചെലവ് കുറവാണ്. അതായത് വരുമാനം കൂടുതലാണ്, ചെലവ് കുറവാണ്. അതിന്റെ അർത്ഥം എന്താ? ലാഭം എന്നല്ലേ, പ്രോഫിറ്റ് എന്നല്ലേ. ഇങ്ങനെ ഈ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കി കിട്ടുമ്പോഴുള്ള പ്രോഫിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെഴുതും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. എന്നിട്ട് നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിന്റെ തുക നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 16,841 നമ്മൾ 1,250, 7,299, 300, 1,589 മൈനസ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലിന് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 6,403 എന്ന് കിട്ടും. 6,403 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഈ ഡെബിറ്റ് സൈഡിൽ തുകയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 16,841 നമുക്ക് ഡെബിറ്റ് സൈഡിലെ കോളത്തിലും കിട്ടും. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തി. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിരുന്നു, കാരണം ക്രെഡിറ്റ് സൈഡിലെ തുകയായിരുന്നു കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ തുക കുറവായിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 16,841 കിട്ടി. അതിൽ നിന്നും ഡെബിറ്റ് സൈഡിലെ തുകകൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഗ്രോസ് പ്രോഫിറ്റ് 6,403 ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തിയതിലൂടെ, ഈ ഗ്രോസ് പ്രോഫിറ്റ് 6,403 രൂപ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തിയതോടെ നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യൽ കഴിഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇതിന്റെ താഴോട്ടുള്ള ഏരിയ ആണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഹെഡിങ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് തന്നത് കൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ, ഈ ഒരു വീഡിയോയുടെ കഴിഞ്ഞ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടും തയ്യാറാക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് തയ്യാറാക്കിയ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. ഈ ഗ്രോസ് പ്രോഫിറ്റ്, ഇപ്പൊ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് മാറ്റണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ബാലൻസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയയാണ്, ഇങ്ങോട്ടുള്ള താഴേക്കുള്ള ഏരിയ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് ആയ 6,403 അത് നമ്മൾ ഏത് സൈഡിലേക്ക് മാറ്റണം? ഈ തുക നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റണം. കാരണം ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിന്റെ തുകയായ 6,403 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഈ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഗ്രോസ് ലോസ് ആണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് ഗ്രോസ് ലോസ് ആണ് കിട്ടിയിരുന്നതെങ്കിൽ ഗ്രോസ് ലോസ് നമ്മൾ ഇവിടെ കാണിക്കുമായിരുന്നു? ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുമായിരുന്നു. നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചത്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂഷൻ ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ തുടർച്ചയായിട്ട്. നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്തതിന് ശേഷം അതിന്റെ താഴേക്ക് വരുന്ന ഏരിയ ആണെന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്, പരോക്ഷ ചെലവുകളാണ് റെക്കോർഡ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം ആണ്, പരോക്ഷ വരുമാനമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം, റെക്കോർഡ് ചെയ്ത് നോക്കാം. ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കറിയാം, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സൺട്രി എക്സ്പെൻസ്. സൺട്രി എക്സ്പെൻസ് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതും
സൺട്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുക നമുക്ക് ക്വസ്റ്റ്യനിൽ ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 667. അത് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതി. അതിനുശേഷം പിന്നീട് എന്താ റെക്കോർഡ് ചെയ്യുക? പിന്നീട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ഇൻഷുറൻസ് അതിന്റെ തുക 380 നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. അത് എമൗണ്ട് കോളത്തിലേക്ക് എഴുതും. അതിനുശേഷം വരുന്ന ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ട്രയൽ ബാലൻസിലേക്ക് നോക്കിയ പ്രിന്റിംഗ് ചാർജസ് ആണ്. അത് നമ്മൾ ഇൻഷുറൻസിന്റെ തൊട്ട് താഴെയായിട്ട് കാണിക്കും. പ്രിന്റിംഗ് ചാർജസ് അതിന്റെ തുക 481 എമൗണ്ട് കോളത്തിലേക്ക് എഴുതി. അതിനുശേഷം പിന്നീട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താ ക്വസ്റ്റ്യനിൽ? കാരേജ് ഔട്ട്വേർഡ് ആണ്. കാരേജ് ഔട്ട്വേർഡ് നമുക്കറിയാം ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതും. കാരേജ് ഔട്ട്വേർഡിന്റെ തുക നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 200 അത് റെക്കോർഡ് ചെയ്തു. പിന്നെ എന്താ വരുന്നത്? സാലറീസ് ആണ് അല്ലെ. ട്രയൽ ബാലൻസിൽ പിന്നെ കൊടുത്തിട്ടുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സാലറീസ് ആണ്. അപ്പൊ നമ്മളത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കും. പർട്ടിക്കുലർ കോളത്തിൽ സാലറീസ് എന്ന് എഴുതി. അതിന്റെ തുക എത്രയാണ് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ളത്? 750 രൂപ. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എമൗണ്ട് കോളത്തിലേക്ക് കാണിച്ചു. പിന്നീട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ട്രയൽ ബാലൻസ് നോക്കിയേ ഡിസ്കൗണ്ട് അല്ലേ. ഡിസ്കൗണ്ട് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് കാണിക്കണം. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ കാണിച്ചു. ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് 328 രൂപയാണ്. അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ റെക്കോർഡ് ചെയ്തു. പിന്നീട് ഈ ഡിസ്കൗണ്ട് സാലറി ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്? ബാഡ് ഡെപ്റ്റ് ആണ്, കിട്ടാക്കടം. ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എഴുതി. അതിന്റെ തുക നമ്മൾ 150 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതി. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു. സൺഡ്രി എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 667 രൂപ, ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 380 രൂപ, പ്രിന്റിംഗ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് 481 രൂപ, കാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ, സാലറീസ് എന്ന് പറഞ്ഞിട്ട് 250 രൂപ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 328 രൂപ, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 180 രൂപ. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് ഇൻകം അഥവാ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ചെയ്യണം. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഇൻഡയറക്റ്റ് ഇൻകം ആണ് കാണിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ ഒരു ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തിട്ടുള്ളൂ. ഏതാണിത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ട്രയൽ ബാലൻസ് ഒന്ന് നോക്കിയേ. ഈ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ കൊടുത്തിട്ടുള്ള ഇൻഡയറക്റ്റ് ഇൻകം ഏതാണ്? കമ്മീഷൻ ആണ്. കമ്മീഷൻ. അത് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ പർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം. കമ്മീഷന്റെ തുക നമ്മൾ നേരിട്ട് എമൗണ്ട് കോളത്തേക്ക് എഴുതും 211. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരൊറ്റ ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷനും ഗ്രോസ് പ്രോഫിറ്റും മാത്രം വരാനുള്ള കാരണം 211 രൂപ. അങ്ങനെ നമ്മൾ കമ്മീഷൻ റെക്കോർഡ് ചെയ്തു. ഇൻഡയറക്റ്റ് ഇൻകം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ കിട്ടിയതെന്ന് അറിയണ്ടേ? ഈ നെറ്റ് പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടുക? ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ തുകകൾ കൂടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ തുകകൾ കുറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ലോസ് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകയാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിലെ തുക നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുക ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 6614 അത് നമ്മൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ടിലേക്ക് എഴുതി വെക്കണം. 6614 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് കോളത്തിൽ ടോട്ടൽ എമൗണ്ട് കോളത്തിൽ കാണിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ തുകയാണ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അതിന്റെ അർത്ഥം നമുക്ക് എന്താണ്? പ്രോഫിറ്റ് എന്ന അർത്ഥം. ഇൻഡയറക്റ്റ് ഇൻകം കൂടിയിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കുറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? ക്രെഡിറ്റ് സൈഡ് കൂടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരോക്ഷ വരുമാനം കൂടിയിട്ട് ചെലവ് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വരുമാനം കൂടിയിട്ട് ചെലവ് കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലാഭം എന്നല്ലേ, പ്രോഫിറ്റ് എന്നല്ലേ. ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന ലാഭത്തിനെ നമ്മൾ എന്താ വിളിച്ചത്? നെറ്റ് പ്രോഫിറ്റ് എന്നാ വിളിച്ചത് അല്ലെ. നെറ്റ് പ്രോഫിറ്റ് എന്നാ വിളിച്ചത്. ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നെറ്റ് ലോസ് അല്ല, നെറ്റ് പ്രോഫിറ്റ് ആണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ തുകയാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിലെ കുറവാണ്. അപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 6614 667 380 451 200 750 328 150 നമ്മൾ മൈനസ് ചെയ്യും. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 3628 എന്ന് കിട്ടും. 3628 നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത്. ഈ നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ടാ മാറ്റുക? നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്.
ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കൂട്ടുകയാണ് ചെയ്യുക, ആഡ് ചെയ്യും. ഇങ്ങനെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഇപ്പോൾ കിട്ടിയപ്പോൾ ഈ ഡെബിറ്റ് സൈഡിലെ തുകയും നമുക്ക് ക്രെഡിറ്റ് സൈഡിലെ തുകയും അതേപോലെ തന്നെ ടാലി ആയിട്ടുണ്ടാവും. ഇവിടെയും നമുക്ക് 6614 എന്ന് കിട്ടും. 6614 എന്ന് ഡെബിറ്റ് കോളത്തിൽ നമുക്ക് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലായ 6614 ഡെബിറ്റ് സൈഡിലെ തുകകൾ കുറച്ചപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയ 3628 എന്ന് കിട്ടി. 3628 അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇങ്ങനെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയതിനു ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി നോക്കാം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. മുകേഷിന്റെ ബാലൻസ് ഷീറ്റ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് ഓഫ് കെ മുകേഷ് ആസ് ഓൺ 31st December 2017 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിന് 2 സൈഡാണുള്ളത്. ലാബിലിറ്റി സൈഡ് ഉണ്ട്, അസറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഇല്ല. ബാലൻസ് ഷീറ്റിന് ലാബിലിറ്റി സൈഡ് ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. ഇതിൽ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ലാബിലിറ്റി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ നിന്നോ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആദ്യം അസറ്റ് സൈഡ് ചെയ്യണം, ആദ്യം ലാബിലിറ്റി സൈഡ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് താല്പര്യമുള്ള പോലെ ലാബിലിറ്റി സൈഡോ അസറ്റ് സൈഡോ ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യന്റെ ലാബിലിറ്റി സൈഡ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ കറണ്ട് ലാബിലിറ്റികളും ഫിക്സഡ് ലാബിലിറ്റികളും അതുപോലെ തന്നെ ക്യാപിറ്റലുമാണ് നമ്മൾ കാണിക്കുക. ഈ ക്വസ്റ്റ്യന് നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്ന ലാബിലിറ്റികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു ലാബിലിറ്റി എന്താ? ഈ ട്രയൽ ബാലൻസ് നോക്കി. ഈ ട്രയൽ ബാലൻസിൽ കൊടുത്തിരിക്കുന്ന ഒരു ലാബിലിറ്റി എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലാബിലിറ്റിയാണ്. നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണിത്. അതുകൊണ്ട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ തുക നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. 4000 എന്ന് പറഞ്ഞിട്ട് 4000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ലാബിലിറ്റി റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് റെക്കോർഡ് ചെയ്യേണ്ട അടുത്ത ലാബിലിറ്റി എന്താണ്? ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ തുക 541 നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലാബിലിറ്റി റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് വരുന്ന ലാബിലിറ്റി എന്താണ്? ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് ഒരു കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയോ ബിസിനസ്സിനെയൊക്കെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മുകേഷ് അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരെയാണ് മുകേഷിന്റെ ക്രെഡിറ്റേഴ്സ് ഒരു ലാബിലിറ്റിയാണ്, മുകേഷിന്റെ ലാബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മളത് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റേഴ്സിന്റെ മൂല്യം 1780 ആണ്. അത് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ലാബിലിറ്റികളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ്? ലാബിലിറ്റി സൈഡിൽ നമ്മൾ എന്തുകൂടി റെക്കോർഡ് ചെയ്യും? ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും അല്ലെ. ക്യാപിറ്റൽ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ക്യാപിറ്റലിന്റെ എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ക്യാപിറ്റലിന്റെ എമൗണ്ട് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ള ക്യാപിറ്റലിന്റെ തുകയായ 9228 രൂപ നേരിട്ട് നമ്മൾ ഔട്ടർ എമൗണ്ട് കൊളത്തേക്ക് എഴുതരുത്. ഇന്നർ എമൗണ്ട് കൊളത്തേക്കാണ് എഴുതേണ്ടത്. കാരണം ഈ ഒരു ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കൂട്ടണം. അഥവാ നെറ്റ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് നെറ്റ് ലോസ് കുറയ്ക്കണം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിലൊക്കെ മൈനസ് ചെയ്യണം. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നമ്മളെ ഈ ഒരു ഇവരുടെ മുകേഷിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. നെറ്റ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയത്. അതുകൊണ്ട് ആ നെറ്റ് പ്രോഫിറ്റിന്റെ തുക നമ്മൾ ഈ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ക്യാപിറ്റലിന്റെ തുക നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 9228. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം, എന്ത് കൂട്ടണം? നെറ്റ് പ്രോഫിറ്റ്. ഞാൻ NP എന്നിട്ട് ഷോർട്ടായിട്ട് NP നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതി. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര കിട്ടിയിരുന്നത്? 3628 ആണ്. ഇത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ലെസ് ചെയ്യാനുള്ള ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലെസ് ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഇല്ല. മുകേഷ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും പണം എടുത്തിട്ടില്ല. ഡ്രോയിങ്സ് ഇല്ല. അതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ കിട്ടുന്ന തുക 9228 കൂടെ നെറ്റ് പ്രോഫിറ്റ് ആയ 3628 കൂട്ടുമ്പോൾ കിട്ടുന്ന തുകയായ 12000
856 നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഈ ഒരു ഔട്ടർ എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റലിന്റെ വാല്യൂ നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 9228. അതിന്റെ കൂടെ നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയിരുന്നത്. ആ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് 3628 അത് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 12856 എന്ന് കിട്ടി. ഇങ്ങനെ ലാബിലിറ്റി സൈഡ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ കറണ്ട് ലാബിലിറ്റികളായ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് 4000 രൂപ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ബിൽസ് പേയബിൾ നമ്മൾ 541 രൂപ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ക്രെഡിറ്റേഴ്സ് നമ്മൾ 1780 രൂപ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു. അങ്ങനെ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റും ആഡ് ചെയ്ത കിട്ടിയ തുക 12856 രൂപ നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ ലാബിലിറ്റി സൈഡ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് വരുന്നത്? അസറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യണം. അസറ്റ് സൈഡിൽ നമ്മൾ എല്ലാ അസറ്റുകളും, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അസറ്റുകളും നമ്മൾ ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, ടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിക്കോട്ടെ, വേസ്റ്റിംഗ് അസറ്റ് ആയിക്കോട്ടെ, ഫിക്ടീഷ്യസ് അസറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഈ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുള്ള അസറ്റുകളൊക്കെ നമുക്ക് അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്ത് നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളൊരു അസറ്റ് എന്താണ്? ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്യാഷ് ഇൻ ഹാൻഡ് ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ ഈ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് ഇൻ ഹാൻഡിന്റെ വാല്യൂ 895 രൂപയാണ്. 895 രൂപ. നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പെർമനൻസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ ലിക്വിഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണം പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അസറ്റുകളെ കൈകാര്യം ചെയ്യുക. പെട്ടെന്ന് കൊടുക്കേണ്ട ലാബിലിറ്റികൾ ആദ്യം കാണിക്കുക. അതിനുശേഷം അതിന്റെ താഴെ ഇങ്ങനെ ആ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം കാണിക്കേണ്ട അസറ്റ്, പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അസറ്റ്, കയ്യിൽ സൂക്ഷിക്കുന്ന പണമാണ്. അതുകൊണ്ടാണ് ക്യാഷ് ഇൻ ഹാൻഡ് 895 രൂപ ആദ്യം കാണിച്ചത്. അതിനുശേഷം പിന്നെ വരുന്നൊരു അസറ്റ് എന്താ? പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. പെറ്റി ക്യാഷ് ഇൻ ഹാൻഡ് നമ്മുടെ അസറ്റ് ആണ്. അത് നമ്മൾ കറണ്ട് അസറ്റ് ആണ്. അത് നമ്മൾ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അതിന്റെ തുക 47 രൂപയാണ്. പിന്നീട് വരുന്ന കറണ്ട് അസറ്റ് ഏതാണ്? ഡെപ്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ. ഡെപ്റ്റേഴ്സും നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് അഥവാ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഡെപ്റ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാൻ ആൾക്കാരാണ്, മുകേഷിന് ഇങ്ങോട്ട് പൈസ തരാൻ ആൾക്കാരാണ്. അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ്. അതിന്റെ വാല്യൂ നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. 1905 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1905. ഇങ്ങനെ ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് വരുന്ന കറണ്ട് അസറ്റ് ഏതാണ്? ബിൽസ് റിസീവബിൾ കൊടുത്തിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതണം. ബിൽസ് റിസീവബിൾ. അതിന്റെ തുക എത്രയാണ്? 2730 ആണ്. അത് നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തേക്ക് റെക്കോർഡ് ചെയ്യുക. പിന്നീട് വരുന്ന കറണ്ട് അസറ്റ് ഏതാണ്? നമുക്ക് ഈ ട്രയൽ ബാലൻസിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചാൽ മാത്രം പോരാ. ക്ലോസിംഗ് സ്റ്റോക്കിന് 2 എഫക്റ്റ് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കൂടി കാണിക്കണം. ക്ലോസിംഗ് സ്റ്റോക്കിന് ഒരു കറണ്ട് അസറ്റ് ആയിട്ടും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ അസറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നമുക്ക് ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നിട്ടുള്ളത്, താഴെയാണ് തന്നിട്ടുള്ളത്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്രയാണ്? 6700 ആണ്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ കറണ്ട് അസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റിയുടെ അടിസ്ഥാനത്തിൽ കറണ്ട് അസറ്റ് ആദ്യം കാണിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഫിക്സഡ് അസറ്റുകളാണ്. ഈ ഒരു ട്രയൽ ബാലൻസ് നോക്കി, ഈ ട്രയൽ ബാലൻസിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ഫിക്സഡ് അസറ്റ് ഏതാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അല്ലെ. അത് നമ്മൾ എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ തൊട്ട് താഴെയായിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറി അതിന്റെ വാല്യൂ നമുക്ക് ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട് 6230. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നീട് വരുന്ന ഫിക്സഡ് അസറ്റ് എന്താണ്? ഫർണിച്ചർ ആണ്. അടുത്തത് ഫർണിച്ചർ ആണ്. ട്രയൽ ബാലൻസിൽ കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറിന്റെ തുക എത്രയാണ്? 670 ആണ്. അപ്പോൾ നമ്മൾ അസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്തു. ആദ്യം നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന അസറ്റ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം പെറ്റി ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് റെക്കോർഡ് ചെയ്തു. ഡെപ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്തു. ബിൽസ് റിസീവബിൾ റെക്കോർഡ് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ കറണ്ട് അസറ്റുകൾ ആദ്യം റെക്കോർഡ് ചെയ്തതിനു ശേഷം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള 2 ഫിക്സഡ് അസറ്റുകളായ പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഫർണിച്ചറും നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അസറ്റ് സൈഡിൽ ഇത്രയും അസറ്റുകളാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും കൂട്ടി നോക്കണ്ടേ? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും കൂട്ടി നോക്കുമ്പോൾ സെയിം തുകയാണ്, ഒരേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കിയത് കറക്റ്റാണ്, നമ്മൾ ചെയ്തത് മിസ്റ്റേക്ക് ഇല്ല, നമ്മൾ ചെയ്തതൊക്കെ കറക്റ്റാണെന്ന് അർത്ഥം.
ഇങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ തുകയും ലാബിലിറ്റി സൈഡിലെ തുകയും രണ്ടും വ്യത്യസ്തമായ തുകയാണ് കിട്ടുന്നതെങ്കിൽ, രണ്ടും ഈക്വൽ ആയിട്ടില്ല എങ്കിൽ, രണ്ടും ടാലി ആയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലെ മുകേഷിന്റെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കിയപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് എന്ന അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ബാലൻസ് ഷീറ്റ് കൂട്ടി നോക്കുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള തുക തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും നമുക്ക് കിട്ടുന്നത് സെയിം എമൗണ്ട് ആണ്. അതായത് ലാബിലിറ്റി സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് 19,177 കിട്ടുന്നത്. അസറ്റ് സൈഡും കൂട്ടുമ്പോൾ ഇതേ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്, 19,177. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് ചെയ്തത് കറക്റ്റ് ആണ്. നമ്മൾ ഇതുവരെ ഈ മുകേഷിന്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്തത് കറക്റ്റ് ആണ് എന്നതാണ് ഈ ഒരു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ എമൗണ്ടും ലാബിലിറ്റി സൈഡിലെ എമൗണ്ടും ഈക്വൽ ആയതിന്റെ അർത്ഥം. അപ്പോൾ ആദ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ഓഫ് ആരതാണ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ പേര്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത് ആ ഡേറ്റ് എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് വരയ്ക്കും. ലാബിലിറ്റി സൈഡ്, അസറ്റ് സൈഡ്. ലാബിലിറ്റി സൈഡിൽ നമ്മൾ ആദ്യം കറണ്ട് ലാബിലിറ്റികൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിന് അവസാനം നമ്മൾ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്യും. ക്യാപിറ്റലിന്റെ കൂടെ നമുക്ക് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടിയതെങ്കിൽ അത് ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യും. നെറ്റ് ലോസ് ആണ് കിട്ടിയതെങ്കിൽ അത് ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഇല്ല. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുകേഷ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിൽ നിന്നും പൈസ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ പൈസ കുറയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഡ്രോയിങ്സ് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റിന്റെ തുക കൂട്ടിയപ്പോൾ ആ കിട്ടുന്ന തുക നമ്മൾ ഔട്ടർ എമൗണ്ട് കോളത്തിൽ കാണിച്ചു. അതിനുശേഷം നമ്മൾ അസറ്റ് സൈഡ് ഫില്ല് ചെയ്തു. അസറ്റ് സൈഡിൽ നമ്മൾ ആദ്യം കറണ്ട് അസറ്റ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഫിക്സഡ് അസറ്റ് റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ അസറ്റുകളും ലാബിലിറ്റികളും റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾ അസറ്റ് സൈഡിലെ തുകകളും ലാബിലിറ്റി സൈഡിലെ തുകകളും നമുക്ക് കൂട്ടിയപ്പോൾ ഒരേ തുക കിട്ടി, 19,177 കിട്ടി. രണ്ട് സൈഡിലും നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയി. അപ്പൊ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ടാലി ആവണം. ബാലൻസ് ഷീറ്റ് ടാലി ആവും എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലെ തുകയും അതുപോലെ തന്നെ ലാബിലിറ്റി സൈഡിലെ തുകയും ഈക്വൽ ആയി എന്നർത്ഥം. ബാലൻസ് ഷീറ്റ് ടാലി ആയി അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുക. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ പഠിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.